ആ, എന്തുകൊണ്ടാണ് നമ്മുടെ പ്രാർത്ഥന കർത്താവ് കേൾക്കാത്തത്? ഈ ചോദ്യം ഈ ആ ചോദ്യത്തിന്റെ ടൈറ്റിലിൽ നിന്നുകൊണ്ടല്ല ചോദിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തിന് 31 വെച്ചുകൊണ്ടാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അതുകൊണ്ട് ആ സബ്ജക്റ്റ് ഒന്ന് പറയണമെന്ന് എൻ്റെ മനസ്സിൽ ഒരു പ്രേരണ ലഭിക്കുന്നത് കൊണ്ട് അതിലേക്ക് ഞാൻ വരികയാണ്. ആ വാക്യം ഒന്ന് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 9:31. പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല എന്നും ദൈവഭക്തനായിരുന്ന് അവന്റെ ഇഷ്ടം ചെയ്യുന്നവന്റെ പ്രാർത്ഥന കേൾക്കുന്നു എന്നും നാം അറിയുന്നു. കേട്ടോ, എന്തുകൊണ്ടാണ് പ്രാർത്ഥനകൾ കർത്താവ് കേൾക്കാത്തത്? ഇത് ധാരാളം കാരണങ്ങളുണ്ട്. വേദപുസ്തകത്തിൽ പറയപ്പെടുന്ന ധാരാളം കാരണങ്ങളുണ്ട്. ഞാൻ രേഖപ്പെടുത്തി വച്ചിരിക്കുന്ന 10-11 കാരണങ്ങൾ നമ്മുടെ അറിവിലേക്കായിട്ട് പറയാം. അപ്പൊ അതും കൂടെ അറിഞ്ഞിരുന്നെങ്കിൽ മാത്രമാണല്ലോ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുകയുള്ളൂ, നമുക്ക് ശരിയാവണ്ണം പ്രാർത്ഥിക്കുവാൻ കഴിയുകയുള്ളൂ. ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് നമ്മുടെ അൺകൺഫസ്ഡ് സിൻസ് ആണ്. അൺകൺഫസ്ഡ് സിൻസ്, ഏറ്റു പറയാതെ നിൽക്കുന്ന പാപങ്ങൾ നിമിത്തം നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല. അതുകൊണ്ടാണ് പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല എന്ന് എഴുതിയിരിക്കുന്നത്. ദൈവഭക്തനായിരുന്ന് അവന്റെ ഇഷ്ടം ചെയ്യുന്നവന്റെ പ്രാർത്ഥന കേൾക്കുന്നു എന്നും നാം അറിയുന്നു. ഒന്നാമതായിട്ട് നാം മനസ്സിലാക്കിയിരിക്കേണ്ടത്, പാപികളുടെ പ്രാർത്ഥന കേൾക്കുന്നില്ല. ദൈവേഷ്ടം ചെയ്ത് അവന്റെ ഇഷ്ടം ചെയ്യുന്ന ആളുകളുടെ പ്രാർത്ഥനയാണ് കർത്താവ് കേൾക്കുന്നത്. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 59-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ വളരെ പ്രസിദ്ധമായ വാക്യങ്ങളാണ്. അവിടെ എഴുതിയിരിക്കുന്നത്, രക്ഷിപ്പാൻ കഴിയാത്തവണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല, കേൾപ്പാൻ കഴിയാത്തവണ്ണം അവന്റെ ചെവി മന്ദമായിട്ടുമില്ല. നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രേ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്, നിങ്ങളുടെ പാപങ്ങൾ അത്രേ അവൻ കേൾക്കാതെ വണ്ണം അവന്റെ മുഖത്തെ നിങ്ങൾക്ക് മറക്കുമാറാക്കുന്നത്. അപ്പൊ പാപമുണ്ടാകുക, പാപ സ്വഭാവം ഉണ്ടാകുക നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുന്നതിന് തടസ്സമാണ്. അതുകൊണ്ട് നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നു എങ്കിൽ കരുണ ലഭിക്കും എന്ന് വേദപുസ്തകം പറയുന്നു. 66-ാം സങ്കീർത്തനങ്ങൾ അതിന്റെ 18-19 വാക്യങ്ങൾ എഴുതി വയ്ക്കാം. 66-ാം സങ്കീർത്തനങ്ങൾ 18-19 വാക്യങ്ങൾ പിന്നീട് വായിച്ചാൽ മതി. ആ വാക്യം എഴുതിയിരിക്കുന്നത്, ഞാൻ എൻ്റെ ഹൃദയത്തിൽ അകൃത്യം കരുതിയിരുന്നുവെങ്കിൽ കർത്താവ് കേൾക്കയില്ലായിരുന്നു എന്ന് എഴുതിയിരിക്കുന്നു. സദൃശവാക്യങ്ങൾ 28-9 എഴുതിയിരിക്കുന്നത്, ന്യായപ്രമാണം കേൾക്കാതെ ചെവി തിരിച്ചു കളഞ്ഞാൽ അവന്റെ പ്രാർത്ഥന വെറുപ്പാകുന്നു എന്ന് എഴുതിയിരിക്കുന്നു. ന്യായപ്രമാണം കേൾക്കാതെ ചെവി തിരിച്ചു കളഞ്ഞാൽ അങ്ങനെയുള്ളവരുടെ പ്രാർത്ഥന യഹോവയ്ക്ക് വെറുപ്പാകുന്നു എന്ന് എഴുതിയിരിക്കുന്നു. മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യം. മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ നിൽക്കുമ്പോൾ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കേണ്ടതിന് നിങ്ങൾക്ക് ആരോടെങ്കിലും വല്ലതും ഉണ്ടെങ്കിൽ അവരോട് ക്ഷമിപ്പീൻ. വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നു. മത്തായി സുവിശേഷം 5-ാം അധ്യായം 23-ാം വാക്യം. മത്തായി സുവിശേഷം 5-ാം അധ്യായം 23-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, നിന്റെ വഴിപാട് യാഗപീഠത്തിങ്കൽ കൊണ്ടുവരുമ്പോൾ സഹോദരന് നിന്റെ നേരെ വല്ലതുമുണ്ടെന്ന് അവിടെ വെച്ച് ഓർമ്മ വന്നാൽ നിന്റെ വഴിപാട് അവിടെ യാഗപീഠത്തിന്റെ മുൻപിൽ വെച്ചേച്ച് ഒന്നാമത് ചെന്ന് സഹോദരനോട് നിരന്നുകൊള്ളുക, പിന്നെ വന്ന് നിന്റെ വഴിപാട് കഴിക്കുക. എത്ര വാക്യങ്ങൾ ഞാൻ പറഞ്ഞു. ഈ വാക്യങ്ങളിലെല്ലാം നിരപ്പ് പ്രാപിക്കുക, ക്ഷമ ചോദിക്കുക, പാപങ്ങളെ ഏറ്റുപറയുക, ദൈവവചനം അനുസരിക്കുക. അപ്പം നമ്മളിൽ ഒരു പാപ സ്വഭാവം, പാപം ഏറ്റുപറയാത്ത പാപങ്ങൾ നമ്മളിൽ ഉണ്ടെങ്കിൽ, നിരപ്പ് പ്രാപിക്കാത്ത ഏതെങ്കിലും കാര്യങ്ങൾ നമുക്കുണ്ടെങ്കിൽ നമ്മളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുന്നില്ല. അതുകൊണ്ട് പ്രാർത്ഥനയ്ക്ക്
ഒരുങ്ങുമ്പോൾ ആദ്യമായി നാം നമ്മുടെ ഹൃദയത്തിലേക്ക് തിരിഞ്ഞു നോക്കണം. നാം നമ്മിലേക്ക് തിരിഞ്ഞു നിൽക്കണം. നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിക്കണം. ഒന്ന്. രണ്ടാമത്തെ കാരണം, സദൃശ്യവാക്യങ്ങൾ 21:13 വായിക്കാം. സദൃശ്യവാക്യങ്ങൾ 21:13. എളിയവന്റെ നിലവിളിക്ക് ചെവി പൊത്തിക്കളയുന്നവൻ താനും വിളിച്ചപേക്ഷിക്കും ഉത്തരം ലഭിക്കയില്ല. മതി. എളിയവന്റെ നിലവിളിക്ക് ചെവി പൊത്തിക്കളയുന്നവൻ താനും വിളിച്ചപേക്ഷിക്കും, ഉത്തരം ലഭിക്കയില്ല. അപ്പൊ അതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്നത് ദരിദ്രരെയും ആലംബഹീനരെയും അവഗണിക്കുന്ന ഒരു വ്യക്തിക്ക്, ദയയില്ലാത്ത ഒരു വ്യക്തിയുടെ പ്രാർത്ഥന ദൈവം പരിഗണിക്കുന്നില്ല. അപ്പൊ നമ്മൾ ദയയുള്ളവരായിരിക്കണം, നമ്മൾ മനസ്സലിവുള്ളവരായിരിക്കണം. ദൈവത്തിന് എങ്ങനെ മനസ്സലിവ് നമ്മോട് തോന്നിയോ, മാനവജാതിയോട് തോന്നിയോ, അതുപോലെ മനസ്സലിവും സ്നേഹവും ദാനധർമ്മങ്ങളും മറ്റുള്ളവരോട്, സഹജീവികളോട് നാം കാണിച്ചിരിക്കണം. മറ്റുള്ളവരോട് കയ്പായിരുന്നിട്ട്, ദയ തോന്നാതിരുന്നിട്ട് നാം ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് ഒരിക്കലും മറുപടി കിട്ടുകയില്ല. അതുകൊണ്ട് നമ്മുടെ ഹൃദയം എങ്ങനെയായിരിക്കണം? ദരിദ്രരോട്, ദുഃഖിതരോട്, വേദന അനുഭവിക്കുന്നവരോട് നമ്മുടെ ഹൃദയം ദയയുള്ളതും മനസ്സലിവുള്ളതുമായിരിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടുകയുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ധാരാളം വാക്യങ്ങളുണ്ട്, ഞാൻ ഓരോ വാക്യങ്ങൾ വായിച്ച് മുൻപോട്ട് പോവുകയാണ്. അടുത്ത കാര്യം, മൂന്നാമത്തെ കാര്യം, യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം വായിക്കും. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം. അഞ്ചിന്റെ ഒന്നാണോ? 1:5. 1:5. നിങ്ങൾ നിങ്ങളിൽ ഒരുത്തന് ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ വത്സിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്നവനായ ദൈവത്തോട് യാചിക്കട്ടെ, അപ്പോൾ അവന് ലഭിക്കും. അടുത്ത വാക്യം. എന്നാൽ അവനൊന്നും സംശയിക്കാതെ വിശ്വാസത്തോടെ യാചിക്കണം. സംശയിക്കുന്നവൻ കാറ്റടിച്ച് അലയുന്ന കടൽ തിരക്ക് സമൻ. ഇങ്ങനെയുള്ള മനുഷ്യൻ കർത്താവിങ്കിൽ നിന്ന് വല്ലതും ലഭിക്കുമെന്ന് നിരൂപിക്കരുത്. ഇരുമനസ്സുള്ള മനുഷ്യൻ തന്റെ വഴികളിലൊക്കെയും അസ്ഥിരനാകുന്നു. ഇരുമനസ്സുള്ള മനുഷ്യൻ തന്റെ വഴികളിലൊക്കെയും അസ്ഥിരനാകുന്നു. ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ ഡൗട്ട് ഉണ്ടാകാൻ പാടില്ല. അതാണ് ആ സബ്ജക്റ്റ് അവിടെ. ഡൗട്ട്. യു ഡൗട്ട് ഗോഡ്. ദൈവത്തെ നാം ഒരിക്കലും സംശയിക്കാൻ പാടില്ല. സംശയം പാപമാണ്, ഡൗട്ട് ചെയ്യാൻ പാടില്ല. എന്നാൽ 6-ാമത്തെ വാക്യം, അവൻ ഒന്നും സംശയിക്കാതെ വിശ്വാസത്തോടെ യാചിക്കണം. പ്രേ ഇൻ ഫെയ്ത്ത് വിത്തൗട്ട് ഡൗട്ട്. സംശയിക്കാതെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. അങ്ങനെ കർത്താവിങ്കിൽ നിന്ന് വല്ലതും പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തി യാതൊരു കാരണവശാലും സംശയിക്കാൻ പാടില്ല. ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന്, എൻ്റെ വേദനകൾക്ക്, എൻ്റെ കണ്ണുനീരിന്, എൻ്റെ പ്രാർത്ഥനയ്ക്ക് സ്വർഗത്തിലെ ദൈവം മറുപടി തരും. ഇന്നല്ലെങ്കിൽ നാളെ നിശ്ചയമായും എൻ്റെ പ്രാർത്ഥനകൾക്കെല്ലാം മറുപടി തരും എന്ന് നമ്മൾ വിശ്വസിച്ചുകൊണ്ട് വേണം പ്രാർത്ഥിക്കാൻ. അതുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ലഭിച്ചു കഴിഞ്ഞു എന്ന് വിശ്വസിക്കണം എന്ന് മർക്കോസിന്റെ സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നു. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യത്തിന് അത് ദൈവം അംഗീകരിച്ചു, എനിക്ക് മറുപടി കിട്ടിയിരിക്കുന്നു എന്ന് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം എന്നാണ് മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് ഡൗട്ട് ഗോഡ്. ദൈവത്തെ സംശയിക്കുവാനും മറുപടിയെ സംശയിക്കുവാനും പാടില്ല. വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിക്കണം. അടുത്ത കാര്യം, 4-ാമത്തെ കാര്യമാണെന്നാണ് തോന്നുന്നത്. അതിന്റെ യാക്കോബിന്റെ പുസ്തകം തന്നെ 4-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. 4-ാം അധ്യായം 6-ാമത്തെ വാക്യം. എന്നാൽ അവൻ അധികം കൃപ നൽകുന്നു, അതുകൊണ്ട് ദൈവം നിഗളികളോട് എതിർത്തു നിൽക്കുകയും താഴ്മയുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. ഇൻവെർട്ടർ കോമയിൽ കൊടുത്തിരിക്കുന്ന ഒരു
വാക്യമാണത്. അതിന്റെ അർത്ഥം അത് പഴയ നിയമത്തിൽ നിന്നുള്ള ഒരു ഉദ്ധരണിയാണ്. ഇത് പഴയ നിയമത്തിലെ ഉദ്ധരണി പറയുമ്പോൾ അവിടെ പറയുന്ന ഈ എന്താ പറയുക, യു ആർ ബീങ് പ്രൈഡ്ഫുൾ. പ്രൈഡ് ധാരാളം വരുന്ന ഒരാളിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുകയില്ല. അതാണ് ആ വാക്കിന്റെ അർത്ഥം. ഹവായി എന്നൊരു പദമാണ്. എന്ന് പറഞ്ഞാൽ കൂടുതൽ നമ്മൾ പ്രൈഡ് ആകുക. യു ആർ ബീങ് പ്രൈഡ്ഫുൾ. പ്രൈഡ് ഈസ് ദി ആന്റിത്തിസിസ് ഓഫ് ത്രൈവിംഗ് പ്രയർ ലൈഫ്. നമ്മുടെ അഭിവൃദ്ധിക്ക് എതിരായി നിൽക്കുന്ന ഒരു സാത്താന്യ സ്വഭാവമാണ് പ്രൈഡ്. ദൈവം നിഗളികളോട് എതിർത്തു നിൽക്കുന്നു, താഴ്മയുള്ളവർക്കോ ദൈവം കൃപ നൽകുന്നു. അതുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ എന്ത് ചെയ്യണം? നാം പ്രാർത്ഥിക്കുമ്പോൾ താഴ്മയുള്ളവരായിരിക്കണം. ഒരിക്കലും നാം നമ്മളിൽ പ്രശംസിക്കാൻ പാടില്ല. നമുക്ക് വിദ്യാഭ്യാസമുള്ളവരാകാം, കഴിവുള്ളവരാകാം, പ്രാപ്തിയുള്ളവരാകാം. നമുക്ക് ബോസ്റ്റ് ചെയ്യുവാൻ, നമുക്ക് പ്രശംസിക്കാൻ ധാരാളം കാര്യങ്ങളുണ്ട്. പൗലോസ് പറഞ്ഞതുപോലെ, എന്തെല്ലാം എനിക്ക് ക്രെഡിറ്റ് ആയിരുന്നു, ഞാൻ ദൈവത്തിന് മുൻപാകെ വരുമ്പോൾ അതെല്ലാം ഞാൻ ഡെബിറ്റ് ആക്കുന്നു എന്നാണ് പൗലോസ് പറയുന്നത്. ഞാൻ അതെല്ലാം ചപ്പ എന്നെണ്ണുന്നു. അതെല്ലാം ഞാൻ ദൈവത്തിന് മുൻപാകെ അതെല്ലാം തിരസ്കരിക്കുന്നു എന്നുള്ള മനോഭാവത്തോടുകൂടെ നാം പ്രാർത്ഥിക്കണം. ദൈവം നിങ്ങളികളോട് എതിർത്ത് നിൽക്കുന്നു. താഴ്മയോടുകൂടെ പ്രാർത്ഥിക്കുന്നവർക്ക് അവൻ മറുപടി കൊടുക്കുന്നു. ഇനി അടുത്ത കാര്യം, യെശയ്യാപ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായത്തിന് 15-ാമത്തെ വാക്യം വായിക്കാം. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായത്തിന് 15-ാമത്തെ വാക്യം. നിങ്ങൾ കൈമലർത്തുമ്പോൾ ഞാൻ എന്റെ കണ്ണ് മറച്ചു കളയും. നിങ്ങൾ എത്ര തന്നെ പ്രാർത്ഥന കഴിച്ചാലും ഞാൻ കേൾക്കയില്ല. നിങ്ങളുടെ കൈ രക്തം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. കണ്ടോ അവിടെ എഴുതിയിരിക്കുന്നത്? യു ആർ അൺജസ്റ്റ്ലി വയലന്റ് എന്നുള്ളൊരു കണ്ടന്റ് ആണ്. മേളത്തെ വാക്യം തൊട്ട് വായിച്ചാൽ അറിയാം. നിങ്ങളുടെ കൈ രക്തം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു. നിങ്ങൾ അന്യായമായി, അക്രമാസക്തമായി കൈകൾ രക്തം പുരണ്ടിരിക്കുന്നു. നിങ്ങളുടെ കൈകൾ നീതിയുള്ള കൈകളല്ല, രക്തം പുരണ്ട കറയുള്ള കൈകളാണ്. അങ്ങനെയുള്ള കൈകൾ മലർത്തിയാൽ ആ കൈകൾ മലർത്തുന്ന പ്രാർത്ഥനയ്ക്ക് ഞാൻ ഒരിക്കലും മറുപടി തരികയില്ല. അതുകൊണ്ട് നമ്മുടെ കൈകൾ വെടിപ്പുള്ളതും ശുദ്ധിയുള്ളതുമായിരിക്കണം. സ്തോത്രം. അതാണ് അടുത്ത റീസൺ. വളരെ വേഗം നമുക്ക് മുൻപോട്ട് പോകാം. പത്രോസിന്റെ ലേഖനം, 1-ാം ലേഖനം 3-ാം അധ്യായം 7-ാമത്തെ വാക്യം വായിക്കാം. പത്രോസിന്റെ ലേഖനം 1-ാം ലേഖനം 3-ാം അധ്യായം 7-ാമത്തെ വാക്യം. അങ്ങനെ ഭർത്താക്കന്മാരെ, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരാതിരിക്കേണ്ടതിന് വിവേകത്തോടെ ഭാര്യമാരോട് കൂടെ വസിച്ച് സ്ത്രീജനം ബലഹീനപാത്രമെന്നും അവർ ജീവന്റെ കൃപയ്ക്ക് കൂട്ടാവകാശികൾ എന്നും ഓർത്ത് അവർക്ക് ബഹുമാനം കൊടുപ്പിൻ. ഉണ്ടോ? ഇവിടെ എഴുതിയിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഫാമിലി ഡിസ്കോർഡ് ഈസ് വെരി ഇമ്പോർട്ടന്റ് ഇൻ ദ പ്രസൻസ് ഓഫ് ഗോഡ്. ഫാമിലി ഡിസ്കോർഡ്, ഇവിടെ എഴുതിയിരിക്കുന്ന പ്രാർത്ഥനയ്ക്ക് മുടക്കം വരാതിരിക്കേണ്ടതിന് വിവേകത്തോടുകൂടെ ഭാര്യമാരോട് പെരുമാറണം. വിവേകത്തോടുകൂടെ ഭാര്യമാരോട് പെരുമാറാതിരുന്നാൽ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരും. സ്തോത്രം. അപ്പൊ ഫാമിലി വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ഘടകമാണ് വേദപുസ്തകത്തിൽ. ഫാമിലി ഈസ് ദ സ്മോളസ്റ്റ് പാർട്ട് ഓഫ് ദി കിങ്ഡം ഓഫ് ഗോഡ്. ഫാമിലി ഈസ് ദി സ്മോളസ്റ്റ് പാർട്ട് ഓഫ് ദി കിങ്ഡം ഓഫ് ഗോഡ്. ഫാമിലി എന്ന വാക്കിന് ബേത്ത് എന്നൊരു അർത്ഥമുണ്ട്. ബേത്ത് എന്ന് പറഞ്ഞാൽ കൈ എന്ന് അതിന്റെ അർത്ഥം. കൈ, ദൈവത്തിങ്കലേക്ക് ഉയർത്തുന്ന കൈയാണ് നിങ്ങളുടെ കുടുംബം. പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടുവാൻ ദൈവത്തിങ്കലേക്ക് നീട്ടുന്ന നിങ്ങളുടെ കൈയാണ് നിങ്ങളുടെ കുടുംബം. ആ കുടുംബത്തിലേക്കാണ് ദൈവം തൻ്റെ അനുഗ്രഹങ്ങളെ ചൊരിയുന്നത്. നിർബന്ധമായി നമ്മുടെ ഫാമിലി വളരെ മനോഹരമായിരിക്കണം. ഫാമിലി, കുടുംബത്തിലെ കാര്യങ്ങളെല്ലാം സുന്ദരമായിരിക്കണം. കാരണം
ഫാമിലി എന്നുള്ളത് ദൈവത്തിന്റെ ഭൂമിയിലെ ഓഫീസാണ്. അതിനാണ് നുസീൻ എന്ന പദമാണ് കുടുംബത്തിന് എബ്രായ ഭാഷയിൽ പറയുന്നത്. നുസീൻ. നുസീൻ എന്ന വാക്കിന്റെ അർത്ഥം ലിഫ്റ്റ് അപ്പ്, ദൈവം ഉയർത്തിയിരിക്കുന്ന ഭൂമിയിലെ ഒരു ഘടകമാണ് കുടുംബം. വളരെ സുന്ദരമായി പറയേണ്ടതായ ഒരു ഭാഗമാണ്. ദൈവം ഭൂമിയിൽ എന്തെങ്കിലും ലിഫ്റ്റ് അപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഉയർത്തിയിട്ടുണ്ടെങ്കിൽ, നുസീൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കുടുംബമാണ്. ആ കുടുംബം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പൊ കുടുംബത്തിന്റെ അകത്തുള്ള എന്താ പറയുക, ആറ്റിറ്റ്യൂഡ്, അവിടുത്തെ കുടുംബത്തിന്റെ അകത്തെ കാര്യങ്ങൾ നമ്മൾ വേദപുസ്തകത്തിൽ വായിച്ചു കഴിഞ്ഞാൽ, വേദപുസ്തകത്തിലെ പഴയ നിയമത്തിലാണെങ്കിലും പുതിയ നിയമത്തിലാണെങ്കിലും കുടുംബത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ഉണ്ട്. ദൈവത്തിന്റെ ഫസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് കുടുംബം. ദൈവത്തിന്റെ ആദ്യത്തെ ഇൻസ്റ്റിറ്റ്യൂഷനാണ് കുടുംബം. ആദ്യത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻ വിവാഹമാണ്, അത് കുടുംബമാണ്. അപ്പം ദൈവം ഒരു കുടുംബത്തിന് അടിത്തറ പാകുകയാണ് ഏദൻ തോട്ടത്തിൽ. അപ്പം ഫാമിലിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ഉണ്ട്. അപ്പൊ ഈ അങ്ങനെ ഫാമിലി നല്ല ഒരു ഹാർമണിയോടുകൂടി ആയിരിക്കണം. ഭാര്യ ഭർത്താക്കന്മാർ എന്നെ ഒന്ന് നോക്കിക്കേ. സ്തോത്രം. ഞാൻ ഈ കുടുംബത്തിന്റെ കാര്യം പറഞ്ഞപ്പോ നിങ്ങള് ഫാമിലി നല്ല ഹാർമണി ആയിരിക്കണം, സന്തോഷമായിരിക്കണം, ആനന്ദമായിരിക്കണം. ദൈവം നടക്കുന്ന തോട്ടമാണ് ആദ്യ കുടുംബം. ദൈവം നടക്കുന്ന തോട്ടമാണ് ആദ്യ കുടുംബം. ആദ്യ കുടുംബമായ ആദാമിനെ ദൈവം സൃഷ്ടിച്ച മണ്ണിന്റെ പേരാ അദമ. ദൈവത്തിന്റെ വിശുദ്ധമായ കാൽപാദങ്ങൾ സ്പർശിച്ച മണ്ണുകൊണ്ടാണ് ദൈവം ആദാമിനെ സൃഷ്ടിച്ചത്. അതുകൊണ്ടാണ് ദൈവം വസിക്കുന്ന ശരീരം എന്ന് പറയുന്നത് അദമ. അദമ എന്ന വാക്ക് ലോപിച്ചാണ് ആദം എന്ന വാക്കുണ്ടാകുന്നത്. ഇപ്പൊ കുടുംബം പവിത്രമായിരിക്കണം, ഹോളി. ദൈവം നടക്കുന്ന തോട്ടമായിരിക്കണം. അപ്പം പത്രോസിന്റെ ലേഖനത്തിൽ എഴുതിയിരിക്കുകയാണ്, കുടുംബം സുന്ദരമാകണം, എന്നിട്ട് പ്രാർത്ഥനയ്ക്ക് മുടക്കം വരരുത്. ആ കുടുംബത്തിന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി നൽകിയിരിക്കും. ഓക്കെ, അടുത്ത കാര്യം, യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം 1-ാമത്തെ വാക്യം വായിക്കാം. യാക്കോബിന്റെ ലേഖനം. ശണ്ഠയും കലഹവും എവിടെ നിന്ന്? നിങ്ങളുടെ അവയവങ്ങളിൽ പോരാടുന്ന ഭോഗേച്ഛകളിൽ നിന്നല്ലയോ? നിങ്ങൾ മോഹിച്ചിട്ടും പ്രാപിക്കുന്നില്ല, നിങ്ങൾ കൊല്ലുകയും അസൂയപ്പെടുകയും ചെയ്തിട്ടും ഒന്നും സാധിക്കുന്നില്ല. മതി. നിങ്ങൾ യാചിക്കുന്നു എങ്കിലും നിങ്ങളുടെ ഭോഗങ്ങളിൽ ചെലവിടേണ്ടതിന് വല്ലാതെ യാചിക്കൊണ്ട് ഒന്നും ലഭിക്കുന്നില്ല. ഇപ്പൊ പ്രാർത്ഥനയുടെ ഇന്റൻഷൻ ആണ് ഇവിടുത്തെ വിഷയം. പ്രാർത്ഥനയുടെ പർപ്പസ്, പ്രാർത്ഥനയുടെ സ്പിരിറ്റ്. ഭോഗങ്ങളിൽ ചിലവിടേണ്ടതിന് വല്ലാതെ യാചിക്കൊണ്ട് ഒന്നും ലഭിക്കുന്നില്ല. പ്രാർത്ഥനയുടെ ലക്ഷ്യം ശരിയായി ചോദിക്കുക, ദൈവോന്മുഖമായി പ്രാർത്ഥിക്കുക. ഞാൻ ഈ പ്രാർത്ഥനയുടെ ക്ലാസ്സിന്റെ ആദ്യം തൊട്ട് പറയുന്ന ഒരു കാര്യമാണ്, നാം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ മറുപടിക്കകത്ത് ദൈവത്തിന്റെ പങ്ക് എന്ത് എന്ന് നോക്കിയാണ് ദൈവം ഉത്തരം തരുന്നത്. നാം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ മറുപടിക്കകത്ത് ദൈവത്തിന്റെ ഭാഗം, ദൈവത്തിന്റെ പങ്ക് എന്ത്? ഞാൻ ഈ പ്രാർത്ഥനയ്ക്ക് ഈ വ്യക്തിക്ക് മറുപടി കൊടുത്താൽ എനിക്കെന്ത് പ്രയോജനം അതിൻ്റെ അകത്തുണ്ട്? അങ്ങനെ ദൈവത്തിന് എന്തെങ്കിലും പ്രയോജനം അതിൻ്റെ അകത്തുണ്ടെങ്കിൽ നിശ്ചയമായും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തന്നിരിക്കും. ഉദാഹരണം, ഹന്നായുടെ പ്രാർത്ഥന. ഹന്നായുടെ പ്രാർത്ഥന എന്താ? മക്കളില്ല, എനിക്ക് കിട്ടുന്ന കുട്ടിയെ ഞാൻ എൻ്റെ വീട്ടിൽ കൊണ്ടുപോകുമെന്നല്ല, എനിക്ക് കിട്ടുന്ന കുട്ടിയെ ഞാൻ നിന്റെ ആലയത്തിലേക്ക്, നിന്റെ വേലയ്ക്ക് വേണ്ടി തരും. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുക്കാതിരിക്കുവാൻ ദൈവത്തിന് പോലും കഴിയാതെ വന്നു. ശ്രദ്ധിച്ചേ, ആ പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുക്കാതിരിക്കുവാൻ ദൈവത്തിന് കഴിയുകയില്ല. കാരണം മക്കളില്ലാതിരിക്കുന്ന ഒരു സ്ത്രീയുടെ പ്രാർത്ഥന ദൈവോന്മുഖമായ പ്രാർത്ഥനയാണ്. ദൈവാലയത്തിലേക്ക് തിരിഞ്ഞു നിൽക്കുന്ന പ്രാർത്ഥന, ദൈവത്തിന്റെ വേലയിലേക്ക് തിരിഞ്ഞു നിൽക്കുന്ന പ്രാർത്ഥന. ഹന്ന പ്രാർത്ഥിച്ചു, ഒരു കുട്ടിയെ കിട്ടി. ആ കുട്ടിയെ മുലകുടി മാറുന്നതിന് മുൻപ്, സ്തോത്രം, ആ ശമൂവേൽ ബാലനെ യഹോവയുടെ ആലയത്തിൽ കൊടുത്തപ്പോൾ
അതിന്റെ ഇരട്ടിയുടെ ഇരട്ടിയുടെ ഇരട്ടി ദൈവം ഹന്നായുടെ വീട്ടിൽ കൊടുത്തു വിട്ടു. സ്തോത്രം. ഹന്നായിക്ക് പിന്നെ എത്ര കുട്ടികളെ കിട്ടി? 5 മക്കളെ കിട്ടി, അല്ലേ? 5 ആൺമക്കളെ കിട്ടി. ഒന്ന് വായിച്ചേ, 1 ശമൂവേൽ 2-ാം അധ്യായം. അത് പറയാതെ പോയാൽ പ്രാർത്ഥനയുടെ മറുപടി പൂർണ്ണമാകുമെന്ന് തോന്നുന്നില്ല. 1 ശമൂവേൽ പ്രവാചക പുസ്തകം 2-ാം അധ്യായം 21-ാമത്തെ വാക്യം. 21. യഹോവ ഹന്നായെ കടാക്ഷിച്ച് അവൾ ഗർഭം ധരിച്ച് 3 പുത്രന്മാരെയും 2 പുത്രിമാരെയും പ്രസവിച്ചു. ശമൂവേൽ ബാലനോ യഹോവയുടെ സന്നിധിയിൽ വളർന്നു. 3 പുത്രന്മാരെ 2 പുത്രിമാരെയും പ്രസവിച്ചു. 5 മക്കള്. അപ്പൊ ആദ്യത്തെ ഒരു മകൻ ശമൂവേല്. ഇപ്പം ആകെ ഹന്നായിക്ക് എത്ര മക്കളുണ്ട്? 6 മക്കൾ. 1 ദേവാലയത്തിൽ കൊടുത്തപ്പോൾ 5 വീട്ടിൽ കൊടുത്തു വിട്ടു. സ്തോത്രം. ഇപ്പൊ പ്രാർത്ഥന ഭോഗങ്ങളിൽ ചിലവഴിക്കേണ്ടതിന് വല്ലാതെ യാചിക്കൊണ്ട് ഒന്നും ലഭിക്കുന്നില്ല. എന്നാൽ ലക്ഷ്യത്തോടുകൂടെ ദൈവത്തെയും കൂടെ ഭാഗവാക്കാക്കിക്കൊണ്ട് പ്രാർത്ഥിച്ചാൽ നിശ്ചയമായും ആ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടാകും. സ്തോത്രം. അടുത്ത വാക്യത്തിലേക്ക് നമുക്ക് വരാം. ദൈവത്തിന് അങ്ങനെ ധാരാളം വാക്യം അതിൻ്റെ അകത്തുണ്ട്. ജാതികളെ പോലെ ജൽപ്പനം ചെയ്യരുത്, അതിഭാഷണത്താൽ ഉത്തരം കിട്ടും എന്നല്ലോ അവർക്ക് തോന്നുന്നത് എന്നെഴുതിയിട്ടുണ്ട്. യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 5:14. അവന്റെ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും അപേക്ഷിച്ചാൽ അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നുള്ളത് നമുക്ക് അവനോടുള്ള ധൈര്യമാകുന്നു എന്ന് എഴുതിയിരിക്കുന്നു. ഇനി അടുത്ത കാര്യം, മീഖാ പ്രവാചകന്റെ പുസ്തകം 3:2 ഒന്ന് വായിക്കാം. മീഖാ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 2-ാമത്തെ വാക്യം. നിങ്ങൾ നന്മയെ ദ്വേഷിച്ച് 3:2, 3, 4. കിട്ടിയവര് വായിച്ചു. മീഖ 3:2. നിങ്ങൾ നന്മയെ ദ്വേഷിച്ച് തിന്മയെ ഇച്ഛിക്കുന്നു. നിങ്ങൾ ത്വക്ക് അവരുടെ മേൽ നിന്നും മാംസം അവരുടെ അസ്ഥികളിൽ നിന്നും പറിച്ചു കളയുന്നു. നിങ്ങൾ എന്റെ ജനത്തിന്റെ മാംസം തിന്ന് അവരുടെ ത്വക്ക് അവരുടെ മേൽ നിന്ന് ഉരിച്ചു കളയുന്നു. നിങ്ങൾ അവരുടെ അസ്ഥികളെ ഒടിച്ച് കലത്തിൽ ഇടുവാൻ എന്ന പോലെയും കുട്ടകത്തിനകത്തെ മാംസം പോലെയും മുറിച്ചു കളയുന്നു. അന്ന് അവർ യഹോവയോട് നിലവിളിക്കും, എന്നാൽ അവൻ അവർക്ക് ഉത്തരം അരുളുകയില്ല. അവർ ദുഷ്പ്രവൃത്തികളെ ചെയ്തതിന് ഒത്തവണ്ണം അവൻ ആ കാലത്ത് തന്റെ മുഖം അവർക്ക് മറയ്ക്കും. ഇവിടെ എഴുതിയിരിക്കുന്നത് യു മിസ്ട്രീറ്റ് ഗോഡ്സ് പീപ്പിൾ. അതാണ് അതിന്റെ സബ്ജക്റ്റ്. യു മിസ്ട്രീറ്റ് ഗോഡ്സ് പീപ്പിൾ. നിങ്ങൾ ദൈവജനത്തോട് മോശമായി അപമര്യാദയായി പെരുമാറുന്നു. എന്നിട്ട് പുരോഹിതന്മാർ എന്നോട് നിലവിളിക്കുന്നു, ഞാൻ അവരുടെ പ്രാർത്ഥന കേൾക്കുകയും. അപ്പം എന്ത് ചെയ്യാം? മിസ്ട്രീറ്റ് ചെയ്യാൻ പാടില്ല. പുരോഹിതന്മാർക്കുള്ള ഒരു ചാപ്റ്ററാണ് 3-ാം അധ്യായം. മിസ്ട്രീറ്റ് ചെയ്യാൻ പാടില്ല. ദൈവജനത്തെ മിസ്ട്രീറ്റ് ചെയ്യരുത്. അവരോട് മോശമായോ അപമര്യാദയായോ പെരുമാറാൻ പാടില്ല എന്ന് പറയുക. അവരോട് മാന്യമായി പെരുമാറിയിട്ട് എന്നോട് പ്രാർത്ഥിക്കണം. ഞാൻ നിശ്ചയമായും ആ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകിയിരിക്കും. സ്തോത്രം. അതുകൊണ്ട് ആ ഭാഗത്തുനിന്ന് വേഗം മുൻപോട്ട് പോകുന്ന സമയമാകുന്നല്ലോ. 1-2 വാക്യങ്ങളൂടെ നമുക്ക് വായിക്കേണ്ടതുണ്ട്. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 14-ാം അധ്യായം 7 മുതൽ 8 വരെ വായിക്കണം. 7ഉം 8. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 7ഉം 8 വാക്യങ്ങളും ഞാൻ വായിക്കുന്നു. ഇസ്രായേൽ ഗൃഹത്തിലും ഇസ്രായേലിൽ വന്നു പാർക്കുന്ന പരദേശികളിലും എന്നെ വിട്ടകന്ന് തന്റെ വിഗ്രഹങ്ങളെ ഹൃദയത്തിൽ സ്മരിച്ചും തന്റെ അകൃത്യഹേതു മുമ്പിൽ വച്ചുകൊണ്ട് പ്രവാചകന്റെ അടുക്കൽ അരുളപ്പാട് ചോദിപ്പാൻ വരുന്ന ഏവനോടും യഹോവയായ ഞാൻ ഉത്തരമരുളും. ഞാൻ ആ മനുഷ്യന്റെ നേരെ മുഖം തിരിച്ച് അവനെ ഒരടയാളവും പഴഞ്ചൊല്ലുമാക്കും. ഞാൻ അവന്റെ ജനത്തിന്റെ നടുവിൽ നിന്ന് ഛേദിച്ചു കളയും. ഞാൻ യഹോവ എന്ന് നിങ്ങൾ അറിയും. അതായത് വിഗ്രഹാരാധന ദൈവത്തിന് ഏറ്റവും വെറുപ്പുള്ള കാര്യമാണ്. നമ്മൾ വിഗ്രഹത്തെ ആരാധിക്കുന്നില്ല, പക്ഷേ ഹൃദയത്തിൽ അതിനെ സ്മരിക്കുന്നു എന്ന് അവിടെ എഴുതിയിരിക്കുന്നു.
ഇസ്രായേലിൽ വന്നു പാർക്കുന്ന പരദേശികളിലും എന്നെ വിട്ടകന്ന് തന്റെ വിഗ്രഹങ്ങളെ ഹൃദയത്തിൽ സ്മരിക്കുന്ന അകൃത്യഹേതു ഉള്ളവരുടെ പ്രാർത്ഥന ഞാൻ കേൾക്കയില്ല. വിഗ്രഹം എന്ന വാക്കിന്റെ അർത്ഥം എന്തെന്നറിയാമോ? വിശേഷാൽ ഗ്രഹിക്കുന്നത് എന്നാണ് വിഗ്രഹം, അല്ലേ? നമ്മൾ പറയാം അവർ കല്ലിനെ ആരാധിക്കുന്നു, അതിനെ ആരാധിക്കുന്നു, ഇതിനെ ആരാധിക്കുന്നു. ഒരു കല്ലിനെ വിശേഷാൽ ഗ്രഹിക്കുക, ഒരു കല്ലിനെ കൊത്തിവെച്ചിട്ട് അതിനെ വിശേഷാൽ ഗ്രഹിക്കുമ്പോൾ അത് വിഗ്രഹമാകുന്നു. നമ്മൾ ദൈവത്തെക്കാൾ കൂടുതൽ മറ്റൊന്നിനെ വിശേഷാൽ ഗ്രഹിച്ചാൽ അത് നമ്മുടെ വിഗ്രഹമാണ്. ദൈവത്തെക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻസ് എന്തിനു കൊടുത്താലും അത് നമ്മുടെ വിഗ്രഹമാണ്. അങ്ങനെ ചെയ്താൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുന്നില്ല. സ്തോത്രം. നമുക്ക് ദൈവത്തിന് ഫസ്റ്റ് പ്രിഫറൻസ്, പുട്ട് ഗോഡ് ഫസ്റ്റ്, പുട്ട് ഗോഡ് ഫസ്റ്റ്. അടുത്ത വാക്യം സഖറിയ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായത്തിന്റെ 11 മുതൽ 13 വരെയുള്ള വാക്യങ്ങളാണ്. 7-ാം അധ്യായത്തിന്റെ 11 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. എന്നാൽ ചെവിയെടുപ്പാൻ അവർക്ക് മനസ്സിലായിരുന്നു. അവർ ദുശാഠ്യം കാണിക്കുകയും കേൾക്കാതെ വണ്ണം ചെവി പൊത്തിക്കളയുകയും ചെയ്തു. അവർ ന്യായപ്രമാണവും സൈന്യങ്ങളുടെ യഹോവ തന്റെ ആത്മാവിനാൽ പണ്ടത്തെ പ്രവാചകന്മാർ മുഖാന്തരം അയച്ച വചനങ്ങളും കേട്ടനുസരിക്കാതെ വണ്ണം ഹൃദയങ്ങളെ വജ്രം പോലെ കടുപ്പമാക്കി. അങ്ങനെ സൈന്യങ്ങളുടെ യഹോവെങ്കിൽ നിന്ന് ഒരു മഹാകോപം വന്നു. ആകയാൽ ഞാൻ വിളിച്ചിട്ടും അവർ കേൾക്കാതിരുന്നത് പോലെ തന്നെ അവർ നിലവിളിക്കും, ഞാൻ കേൾക്കയില്ലതാനും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. അവരുടെ ഹൃദയത്തെ വജ്രം പോലെ അവർ കഠിനമാക്കി അനുസരണക്കേട് കാണിച്ചു എന്ന് എഴുതിയിരിക്കുന്നു. അപ്പൊ അനുസരണക്കേട് കാണിക്കുമ്പോൾ ദൈവം പ്രാർത്ഥന കേൾക്കുന്നില്ല. ഒറ്റ വാക്ക്, വജ്രം പോലെ കഠിനമാക്കി മുഖം തിരിച്ചു കളയുന്ന അനുസരണക്കേട് കാണിക്കുന്നവരുടെ പ്രാർത്ഥനകൾ ദൈവം കേൾക്കുന്നില്ല. ഏറ്റവും അവസാനത്തെ വാക്യം ഇയ്യോബിന്റെ പുസ്തകം 35-ാം അധ്യായം 13-ാമത്തെ വാക്യം. ഇയ്യോബിന്റെ പുസ്തകം 35-ാം അധ്യായം 13-ാമത്തെ വാക്യം. വ്യർത്ഥമായുള്ളത് ദൈവം കേൾക്കയില്ല, സർവശക്തൻ അത് വിചാരിക്കയുമില്ല നിശ്ചയം. എംപ്റ്റി പ്രേയേഴ്സ്, എംപ്റ്റി പ്രേയേഴ്സ്. നമ്മുടെ പ്രാർത്ഥന ശൂന്യമാകരുത്, ലക്ഷ്യത്തിനൊത്തതായിരിക്കണം, ലക്ഷ്യത്തിനൊത്തതായിരിക്കണം, അല്ലെ? തെഫില്ലാഹ്, പലാൽ. പലാൽ എന്ന വാക്കിന്റെ അർത്ഥം സ്പീക്കിംഗ് ടു ദ ഹയർ അതോറിറ്റി. എംപ്റ്റി പ്രേയേഴ്സ് ആകാൻ പാടില്ല. അപ്പം 11 വാക്യങ്ങള്, 11 തലക്കെട്ടുകൾ നമ്മൾ വായിച്ചു. ഏറ്റവും കുറഞ്ഞതാണ്. ഇതിന് തത്തുല്യമായ ധാരാളം കാര്യങ്ങളുണ്ട്. എന്തുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടുന്നില്ല? ഇതെല്ലാം നമ്മുടെ ഹൃദയത്തിന്റെ അവസ്ഥാഭേദത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. താഴ്മയുള്ളവരായിരിക്കണം, ദയയുള്ളവരായിരിക്കണം, ദൈവത്തെ സേവിക്കുന്നവരും ആരാധിക്കുന്നവരുമായിരിക്കണം, പാപം ഏറ്റുപറയുന്നവരായിരിക്കണം, നിരപ്പ് പ്രാപിക്കുന്നവരായിരിക്കണം, കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. പഴയ നിയമത്തിന്റെ അകത്ത് കണ്ണുനീര് കണ്ണുനീര് കണ്ണുനീരെന്നും പറഞ്ഞ് ഒത്തിരി വാക്കുണ്ട്, ഒത്തിരി വാക്കുണ്ട്. 90-ലധികം വാക്കുണ്ട് പഴയ നിയമത്തിന്റെ അകത്ത്. കണ്ണുനീര് 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 കണ്ണുനീര്, ഇതെല്ലാം പ്രാർത്ഥനയുടെ വാക്കുകളാണ്. പക്ഷെ പുതിയ നിയമത്തിന്റെ അകത്ത് കണ്ണുനീരെന്ന് ഒറ്റ വാക്കേ ഉള്ളൂ. എവിടാന്ന് എഴുതിയിരിക്കുന്ന അറിയാമോ? അവന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. ഒറ്റ വാക്കേ ഉള്ളൂ പുതിയ നിയമത്തിൽ കണ്ണുനീരെന്നുള്ള വാക്ക്. സ്തോത്രം. അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. നമ്മുടെ കൈകളെ ഓർത്തൊരു സ്തോത്രം പറയാം. സ്തോത്രം, സ്തോത്രം. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടുമെന്നുള്ള ഉറപ്പ് ഇതിനേക്കാൾ കൂടുതൽ വേറെന്തുള്ളൂ? സ്തോത്രം. തന്റെ ഭക്തന്മാരുടെ കണ്ണിലെ കണ്ണുനീരുകളെല്ലാം അവർ തുടച്ചു കളയും. വേദപുസ്തകത്തിന്റെ ഏറ്റവും അവസാനത്തെ പുസ്തകമായ വെളിപ്പാട് പുസ്തകം നമുക്ക് തരുന്നു ഉറപ്പാണ്. എത്രമാത്രം കണ്ണുനീരൊഴുക്കിയാലും, സ്തോത്രം, ബലമില്ലാതാകുവോളം കരഞ്ഞു, ഉറക്കെ കരഞ്ഞു, പൊട്ടിക്കരഞ്ഞു, ഉച്ച സ്വരത്തിൽ അവർ കരഞ്ഞു എന്നൊക്കെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. പക്ഷെ പുതിയ നിയമത്തില് ഒരൊറ്റ വാക്യം കൊണ്ട് അതെല്ലാം കർത്താവ് മറുപടി കൊടുക്കുകയാണ്. അവൻ അവരുടെ കണ്ണിലെ കണ്ണുനീരെല്ലാം തുടച്ചു കളയും. നമ്മൾ കരയുന്നവരാണോ? കണ്ണുനീരൊഴുക്കുന്നവരാണോ? നിലവിളിക്കുന്നവരാണോ? പ്രാർത്ഥിക്കുന്നവരാണോ? എൻ്റെ ദൈവം നമ്മുടെ പ്രാർത്ഥനകൾക്കെല്ലാം മറുപടി നൽകിയിരിക്കും എന്നുള്ളത് വേദപുസ്തകം നമുക്ക് തരുന്ന ഉറപ്പാണ്. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.
പ്രാർത്ഥനയോടുകൂടെ നമുക്ക് മുൻപോട്ട് നീങ്ങാം. The screen is back to the host.